ദൈവത്തിന് സ്തോത്രം. പണ്ടൊരു കാലത്ത് അന്ന് മോശ എന്നൊരു മനുഷ്യൻ ഇസ്രായേൽ ജനത്തെ വഴി നടത്തി കനാൻ കാണിച്ച ഒരു ദൈവദാസൻ, ഒരു വിശ്വാസി, ഒരിക്കലൊരു കാഴ്ച കണ്ടു. അന്ന് മുൾപ്പടർപ്പിൽ കത്തുന്ന തീയായി ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന്. അന്ന് ആ തീയിൽ മോശയ്ക്ക് ദൈവത്തിന് പ്രത്യക്ഷപ്പെടാമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുമ്പിലും ആ യേശുവിന് പ്രത്യക്ഷപ്പെടുവാൻ സാധിക്കും. അതിന് പാരമ്പര്യങ്ങളുടെ ആവശ്യമില്ല, അതിന് മറ്റ് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുടെയോ ചുറ്റുപാടുകളുടെയോ ഒന്നും ആവശ്യമില്ല. ഒരേ ഒരു കാര്യം മാത്രം മതി. നമുക്ക് വേണ്ടതൊരു വിശ്വാസം മാത്രമാണ്. യേശു ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട് എന്ന്, യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്, യേശു ക്രിസ്തു ഇന്നും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനാണ് എന്നുള്ള ഒരു പരിപൂർണ വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അന്ന് ദാവീദ് രാജാവും പറഞ്ഞു, 145 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തിൽ ദാവീദ് രാജ ഇപ്രകാരം പറഞ്ഞു: വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും യഹോവ നിവർത്തുന്നു എന്ന സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് തന്നെ പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന്. നിങ്ങൾ ഹൃദയം തകർന്നവരായി, മനസ്സുലഞ്ഞവരായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി, മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ സാധിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ദിവസമാണെന്ന് ഞാൻ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് യഹൂദയിലും യെരുശലേമിലും അന്ന് ഗദരദേശത്തൂടെയും എല്ലാം സഞ്ചരിച്ച് അന്ന് സുവിശേഷത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത അതേ യേശു വന്നിട്ടുണ്ട്. ആ യേശു വരുന്നിടത്തെല്ലാം അത്ഭുതങ്ങളാണ്, ആ യേശു വരുന്നിടത്തെല്ലാം പാപ സൗഖ്യങ്ങളാണ്, ആ യേശു വരുന്നിടത്തെല്ലാം മാനസാന്തരങ്ങളാണ്. നിങ്ങൾക്കാർക്കെല്ലാം പ്രത്യാശയുണ്ട്, നിങ്ങൾക്കാർക്കെല്ലാം വിശ്വാസമുണ്ട്, ഞാൻ വന്നതുപോലെ പോവുകയില്ല എന്ന്. വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്തോത്രമപ്പ. അറേബ്യ ദേശത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ പേര് ഖലീഫ് എന്നായിരുന്നു. ആ രാജാവ് തൻ്റെ അനുചരുമായി ഒരിക്കൽ ഒരു വേട്ടയ്ക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്ര പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം 100-ൽ പരം അനുജവൃന്ദം കൂടെ ഉണ്ടായിരുന്നു. ഈ കൂടെയുള്ള മനുഷ്യർക്കെല്ലാം വേണ്ടി അദ്ദേഹം ഒട്ടകത്തിന്റെ പുറത്ത് വലിയ കുറെ സമ്മാനപ്പൊതികൾ കെട്ടി കൂടെ കൂട്ടിയിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു നാൽക്കവലയിലെത്തി ഈ ചില സമ്മാനങ്ങളെല്ലാം എടുത്ത് അദ്ദേഹം ചിലർക്ക് വിതരണം ചെയ്തു. ഇത് വാങ്ങിക്കോളാൻ അനേകരോട് പറഞ്ഞു. അനേക മനുഷ്യരുടെ കണ്ണ് ആ സമ്മാനപ്പൊതിയിലായി. ഈ രാജാവ് വീണ്ടും യാത്ര പുറപ്പെട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഇപ്പോൾ എൻ്റെ കൂടെ ഏകദേശം 50 പേർ യാത്ര ചെയ്യുന്നു. കുറച്ചുകൂടെ ചെന്നപ്പോൾ ഒരു നിബിഡ വനത്തിലേക്ക് അദ്ദേഹം കയറി. അവിടെ വെച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒട്ടകം നിന്നു. അദ്ദേഹം വീണ്ടും ചില സുഗന്ധവ്യഞ്ജനങ്ങൾ എടുത്ത് വീണ്ടും അനേകരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അനേകർക്ക് വന്നെടുക്കാമെന്ന്. കൂടെയുള്ള അനുജർ വീണ്ടും കലശലായ അനേക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി. വലിയൊരു കലഹം അവിടെ നടന്നു. ആ രാജാവ് വീണ്ടും യാത്ര പുറപ്പെട്ടു. അദ്ദേഹം അല്പം കൂടെ കഴിഞ്ഞപ്പോൾ പിറകോട്ട് നോക്കി. എൻ്റെ കൂടെ ആരുണ്ട്? ഏകദേശം 25 പേർ. വീണ്ടും കുറച്ചുകൂടെ ചെന്നപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ വാഹനം നിർത്തി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങളും സ്വർണങ്ങളും എല്ലാം എടുത്ത്
അദ്ദേഹം ജനത്തെ കാണിച്ചു. അവിടെ വലിയൊരു സംഭവം ഉണ്ടായി. അനേകർ അവിടെ വാളിന്റെ ഇരയായി വെട്ടി വീണു. കൂടെ ഉണ്ടായിരുന്ന അനുജർ വാളുകളും പടക്കോപ്പുകളും എല്ലാം കൂടെ കരുതിയിരുന്നു. ഇത് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പരസ്പരം പോരാടി, പരസ്പരം കലഹിച്ചു. അനേകർ അവിടെ വീണുപോയി. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്ര വീണ്ടും തുടർന്നു. ഏകദേശം 3-3.5 ദിവസം കഴിഞ്ഞു. അദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ആർക്കും ഒരു നോട്ടവുമില്ല. അദ്ദേഹം പിറകിലേക്ക് നോക്കി. ഏകദേശം 4-5 പേർ എൻ്റെ പുറകെ നടന്നു വരുന്നു. അദ്ദേഹം വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം അവിടെ നിർത്തി. അദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാഹനം മെല്ലെപ്പല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ആ വാഹനം നിർത്തി പറഞ്ഞു, എൻ്റെ കാര്യം ഏകദേശം അവസാനിക്കാറായി. ഈ ദേശത്തിന് ഈ പ്രഭുക്കന്മാർ ഉയർന്നു വരണം. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ഈ പ്രഭുസ്ഥാനം ഞാൻ തരാമെന്ന് പറഞ്ഞു. കൂടെയുള്ള 4 പേർ ആ പ്രഭുസ്ഥാനങ്ങൾ വീതിച്ചെടുത്തു. അദ്ദേഹം വീണ്ടും മുമ്പോട്ട് പോയി. ഏകദേശം 1/2 ദിവസം കൂടെ യാത്രയുണ്ട്. അദ്ദേഹം അസഹനീയമായ വേദനയുള്ള വ്യക്തിയായി മുമ്പോട്ട് പോയി. അദ്ദേഹം ചിന്തിച്ചു, ഇനി എൻ്റെ കൂടെ ആരുമില്ല എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പിറകെ വരണം. എന്നാൽ അനേക ദൂരം കടന്ന ശേഷം അദ്ദേഹം പതിയെ മെല്ലെ പിറകിലേക്ക് നോക്കി. അപ്പോൾ ഒരുവൻ മാത്രം പുറകെ വരുന്നു. ഒരേ ഒരു വ്യക്തി മാത്രം ആ രാജാവിന്റെ പുറകെ വരുന്നു. അദ്ദേഹം അല്പം പരുഷതയോടെ ആ മനുഷ്യനെ നോക്കി ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് എൻ്റെ പുറകെ വരുന്നതെന്ന്. അവൻ ഇപ്രകാരം പറഞ്ഞു, രാജാവ് പലതും പറഞ്ഞു. പല സംഭവവികാസങ്ങളും ഇവിടെ നടന്നു. എന്നാൽ ഞാൻ നോക്കിയത് രാജാവിനെയാണെന്ന്, ഞാൻ നോക്കിയത് രാജാവിനെ മാത്രമായിരുന്നുവെന്ന്. ഞാൻ രത്നങ്ങളെ പറ്റി പറഞ്ഞത് കേട്ടില്ല, ഞാൻ സുഗന്ധവിദ്രയങ്ങളെ പറ്റി പറഞ്ഞത് കേട്ടില്ല, അനേക പ്രഭുക്കന്മാർ വാഴിക്കപ്പെട്ടത് ഞാൻ കണ്ടില്ല, അനേക സമ്മാനപ്പൊതികൾ ഇവിടെ വിതരണം ചെയ്തു, അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ നോക്കിയത് നിന്നെയാണ് എന്ന് നിങ്ങൾക്കാർക്കൊക്കെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയുവാൻ സാധിക്കും. നിങ്ങൾ നോക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഒരു യേശുവിനെയാണെന്ന് ആ രാജാവ് ആ മനുഷ്യനെ ആ വലിയ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അവരോധിച്ച് രാജ്യത്തോട് വിട പറഞ്ഞു പോയി എന്ന് നമ്മുടെ രാജാവും നമ്മളെ വിട്ടു പോയിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ എന്നോടും നിങ്ങളോടും ഒരേ ഒരു ചോദ്യം മാത്രം, ഈ പുറകെ പോകുവാൻ ആർക്കാണ് മനസ്സ് എന്ന്. പദവികളുടെ പുറകെ പോകുന്ന ചിലരുണ്ട്, സമ്മാനപ്പതികളുടെ പുറകെ പോകുന്ന മറ്റു ചിലരുണ്ട്, രത്നങ്ങൾ കാണുമ്പോൾ കണ്ണുമഞ്ഞളിക്കുന്ന ചിലരുണ്ട്, പ്രഭുസ്ഥാനങ്ങൾ കിട്ടുമ്പോൾ പിന്മാറിപ്പോകുന്ന പലരുമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഗോൽഗോത്ത ക്രൂസിൽ കിടന്നുകൊണ്ട് തിരുരക്തം വാർന്നൊലിക്കുന്നവനായ എൻ്റെ യേശു ഇപ്പോൾ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്കാർക്കുണ്ട് എൻ്റെ പിറകെ വരുവാൻ? ഞാനൊരു ജനത്തെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നു, ഞാനൊരു ജനത്തിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നു. ഇന്നാർക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുമെന്ന് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവയുടെ കണ്ണ് പരുതുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16:9 ഇപ്രകാരം പറയുന്നു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയുടെ എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. ആ ഊടാടി സഞ്ചരിക്കുന്ന ആ കണ്ണ് നിങ്ങളെ വന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ കുനിഞ്ഞിരിക്കുന്ന കണ്ണ് തനിയെ ഉയർന്നു വരും, നിങ്ങളുടെ മ്ലാനമായ മുഖം തനിയെ പ്രകാശിച്ചു വരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല വിജയങ്ങളും പല പരാജയങ്ങളും ഇപ്പോൾ ഉയർന്ന് അന്ന് വിജയത്തിന്റെ അരികിലേക്ക് എത്തി വരും. നിങ്ങളുടെ കണ്ണ് അല്ല, യഹോവയുടെ കണ്ണ് നോക്കുമ്പോൾ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന ആരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ അരുമ മണവാളന് വേണ്ടി വിവാഹം അല്ല, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന തീരുമാനത്തിൽ ആരെല്ലാം ഇരിക്കുന്നുണ്ട് എന്ന് നമ്മളുടെ തീരുമാനം ഒന്ന് മാത്രമായിരിക്കണം. നമ്മളെ ഹൃദയത്തിൽ മുഴങ്ങേണ്ട ഒരു ശബ്ദം മാത്രമാണ്, യേശുവിന്റെ നാമം മാത്രം. പ്രവാചകന്മാർ മാറിപ്പോകും, വിശ്വാസികൾ മറഞ്ഞു പോകും, നമ്മളെ വേദവചനം പഠിപ്പിച്ച സുവിശേഷകന്മാർ പോലും പലരും മാറിപ്പോകാം.
ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഞാനും പട്ടുപോയെന്ന് വരാം. ഒരു കാര്യമുണ്ട്, നമ്മൾ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ഒരു സ്നേഹമുണ്ടാകണം. അത് യേശുവിനോടുള്ള സ്നേഹമായിരിക്കണം. നമ്മളോട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ദ ശബ്ദമുണ്ടായിരിക്കണം. അത് യേശുവിൻ്റെ ശബ്ദമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളെ തടഞ്ഞു നിർത്തുന്ന ചില വാക്കുകൾ ഉണ്ടായിരിക്കണം. മകനെ അത് വേണ്ട, മകളെ അത് വേണ്ട, ഞാനിപ്പോൾ അത് കാണണ്ട, ഞാനിപ്പോൾ ഈ വഴിയെ പോകണ്ട, ഞാനിപ്പോൾ ഈ തീരുമാനം എടുക്കണ്ട. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ ജീവിതാനുഭവമാണ്. 1 തീമോത്തിയോസ് അതിൻ്റെ 4:12 നാം ഇപ്രകാരം വായിക്കുന്നു, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് എന്ന് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. ദൈവദാസ, ദൈവദാസി, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്ക എന്ന്, വാക്കിൽ മാതൃകയായിരിക്ക എന്ന്. നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, നിന്റെ വാക്കിൽ മാതൃകയായിരിക്കായിരുന്നു. ദൈവദാസി, നിന്നോടും പറയുന്നു, പ്രിയ കുഞ്ഞെ, നിന്നോടും പറഞ്ഞു, നിന്റെ നടപ്പ് എനിക്ക് പ്രസാദകരമല്ല, നിന്റെ വേഷം അതെനിക്ക് പ്രസാദകരമല്ല, നിന്റെ കൂട്ടുകെട്ട് അതെനിക്കിപ്പോൾ ഒട്ടും പ്രസാദകരമല്ല. നിന്റെ നടപ്പ് എങ്ങനെയായിരിക്കണം? വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്ന് വീണ്ടും പറയുന്നു. നിന്റെ സ്നേഹം, നിന്റെ അപ്പനോടുള്ള സ്നേഹം, നിന്റെ അമ്മയോടുള്ള സ്നേഹം, നിന്റെ അധ്യാപകനോടുള്ള സ്നേഹം, ദേവദാസ, ദേവദാസി, നിന്റെ ഉടമസ്ഥനോടുള്ള സ്നേഹം, നിന്റെ ഓഫീസറോടുള്ള സ്നേഹം, അത് മാതൃകയായിരിക്കണമെന്ന് 1 കൊരിന്ത്യർ 13 നാം അത് പഠിക്കുന്നു. എല്ലാം സഹിക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, ഉതിർന്നു പോകാത്ത സ്നേഹം, അന്യനെ നിന്നെ പോലെ കാണുന്ന സ്നേഹം. ഒന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും പറയുമ്പോൾ എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമെന്ന്. അപ്പനോടും അമ്മയോടും, നിന്നെ വേദനിപ്പിച്ച കൂട്ടുകാരനോടും കൂട്ടുകാരിയോടും, നിനക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയ നിന്റെ പ്രാണസ്നേഹിതനോടും ദീർഘമായി ക്ഷമിക്കുന്ന ആ സ്നേഹത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അത് വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്ന്. നിന്റെ വിശ്വാസത്തിൽ നീ നിന്റെ അപ്പന് മാതൃകയായിരിക്കണം, നിന്റെ വിശ്വാസത്തിൽ നീ നിന്റെ അമ്മയ്ക്ക് മാതൃകയായിരിക്കണം, നിന്റെ വിശ്വാസത്തിൽ നീ നിന്റെ അധ്യാപകന് മാതൃകയായിരിക്കണം. എന്താണ് വിശ്വാസം? ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന്. ആ വിശ്വാസം നമുക്ക് എവിടെ നിന്ന് പഠിക്കാം? ആ വിശ്വാസം കണ്ടത് അന്ന് ജോസഫിലാണ്. അന്ന് നാം കണ്ടത് ജോസഫിലാണ്. തന്റെ 17ാമത്തെ വയസ്സിൽ എല്ലാവരും നഷ്ടപ്പെട്ടു. ഇസ്രായേലിന്റെ മകനാണ്, യാക്കോബിന്റെ മകനാണ്, ഇസ്രായേലിന് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്. എന്നാൽ സഹോദരന്മാർക്ക് അവന് ഇഷ്ടമല്ല, മറ്റു പലർക്കും അവന് ഇഷ്ടമല്ല. എന്നാൽ 17ാമത്തെ വയസ്സിൽ സ്വന്തം സഹോദരന്മാർ പകച്ചു, പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിട്ടു. പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പലതുമുണ്ട്, മുള്ളുള്ള മുരുക്കുണ്ട്, പല കുപ്പിച്ചില്ലുമുണ്ട്. ആ പൊട്ടക്കിണറ്റിലേക്ക് അവനെ അങ്ങിട്ടു. രക്തത്തിൽ കിടക്കുമ്പോഴും എന്റെ ദൈവത്തെ തള്ളിപ്പറയാത്ത 17ാം വയസ്സിലെ യൗവനക്കാരന്റെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. ആ വിശ്വാസവുമായി ഇന്ന് ഇവിടുന്ന് പോകാമെങ്കിൽ പിന്നീട് നടക്കുന്ന അത്ഭുതം നാം പുറകെ പുറകെ കേൾക്കുവാൻ പോവുകയാണ്. 17ാമത്തെ വയസ്സിൽ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും ദൈവത്തെ വിശ്വാസമുള്ള ജോസഫ്, അന്ന് വേദപുസ്തകമുണ്ടോ? അന്ന് ഒന്നുമില്ല. അന്ന് അവന്റെ ഉള്ളത് ചില പത്യോപദേശമാണ്. അന്ന് യാക്കോബ് പറഞ്ഞു കൊടുത്ത ചില ഉപദേശം. അന്ന് അപ്പനായ യാക്കോബ് എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? മകനെ, ഞാനൊരു കൗശലക്കാരനായിരുന്നു, ഞാൻ ചില കൗശലങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ചില ഉപായങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊന്നും മോന്റെ ഭാഗത്ത് നിന്ന് വരരുത്. ഞാൻ ഭാവനയിൽ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ ജോസഫേ, ഇതൊന്നും നിന്റെ ഹൃദയത്തിൽ വരരുത്, നിന്റെ തലമുറയിൽ ഇത് വരരുത്. ജോസഫ് ഇന്ന് വിശ്വാസിയാണ്. അപ്പന്റെ മിസ്റ്റേക്ക്, അമ്മയുടെ മിസ്റ്റേക്ക്, പാരമ്പര്യങ്ങളുടെ മിസ്റ്റേക്ക് എന്റെ കയ്യിൽ വരികയില്ല, എന്റെ ജീവിതത്തിൽ വരികയില്ല. കാരണം എന്താണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി
വരുത്തുന്നവനുമായ യേശുവാണ് എന്റെ രക്ഷകർത്താവ്. ജോസഫ് പറഞ്ഞു, പൊട്ടക്കിണറ്റിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ തള്ളിയിട്ടു, ഇത് ഭാവനയാണ്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, എനിക്ക് പ്രശ്നമില്ല, എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. എന്നാൽ ഇതും ഭാവനയാണ്. അന്ന് ദൈവത്തിന്റെ കരമല്ലേ. ഈ സഹോദരന്മാർക്ക് തന്നെ മനസ്സ് തോന്നുന്നു, ഇവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. ദൈവത്തിൽ ജോസഫിന് വീണ്ടും വിശ്വാസം. എന്നാണ് വീണ്ടും ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിറ്റു അവനെ. എന്നാൽ ഈ ജോസഫ് അവിടെയും വിശ്വാസത്തെ കൈവിടുന്നില്ല. എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇസ്മായിലെ കച്ചവടക്കാർ ഇവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിസ്രൈമിൽ 17 വയസ്സ് കഴിഞ്ഞവൻ 18 വയസ്സിലേക്ക് എത്തിയവൻ, ഏകദേശം 19 വയസ്സിനോടടുത്ത് അടിമബാലനായ ജോസഫ് ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അടിമത്തമുള്ള ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടോ? ഇത്രമാത്രം ആരും സഹിച്ചിട്ടില്ല, ഇത്രമാത്രം ആരും പെട്ടുപോയിട്ടില്ല, ഇത്രമാത്രം ഏകനായി ആരും ജീവിച്ചിട്ടില്ല. എന്നാൽ ജോസഫിന് ഇപ്പോഴും പരാതിയില്ല, ജോസഫിന് ഇപ്പോഴും പരിഭവമില്ല. ഒരേ ഒരു കാര്യം, എന്റെ ദൈവം വിശ്വസ്തനാണ് എന്ന്. ഇപ്പോൾ അവൻ മിസ്രൈമിലാണ്. മിസ്രൈമിൽ അവനെ ഒരു അടിമ ബാലനായി പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് വിറ്റുകൊണ്ടുപോയി. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴും ജോസഫ് പറഞ്ഞു കാണണം, ഞാൻ എൻ്റെ അപ്പനെ വിട്ടിട്ട് ഏകദേശം 2.5 വർഷം കഴിഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ വിട്ടിട്ട് ഏകദേശം 2.5 വർഷം കഴിഞ്ഞു, എന്നെ അവർ ഉപേക്ഷിച്ചിട്ട് വർഷം 2 കഴിഞ്ഞു, എനിക്കൊരു പ്രത്യാശയുമില്ല എന്ന് അനേകർ പറയുന്നുണ്ട്. ഇവർ പലരും പറയുന്നുണ്ട്, ഞാനൊരു അടിമയാണെന്ന്, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന്, ഞാനൊരു പരാജയമാണെന്ന്, ഞാൻ ഒന്നുമില്ലാത്തവനാണെന്ന്, ഞാൻ തോറ്റവനാണെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ജോസഫിന് ഇപ്പോൾ ഒന്ന് പറയാനുണ്ട്, ഞാൻ അനാഥനല്ല, ഞാൻ ആരുമില്ലാത്തവനല്ല, എന്നെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ പൊത്തിഫേറിന് ഒരു വചനം വെളിപ്പെട്ടു വന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 39:2 ഇപ്രകാരം പറയുന്നു, യഹോവ യോസഫിനോട് കൂടി ഉണ്ടായത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്ന്. യഹോവ അവനോട് കൂടി ഉണ്ടെന്ന്, അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുമെന്നും അവന്റെ യജമാനൻ കണ്ടു എന്ന്. ഈ യജമാനൻ എങ്ങനെ കാണും? ഈ അടിമ ബാലന്റെ കൂടെ ദൈവമുണ്ട് എന്ന് ഈ യജമാനൻ എങ്ങനെ അറിയും? ഈ അടിമ ബാലനിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അതാണ് ജോസഫിന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് ഇന്ന് നിങ്ങളിലേക്ക് പകർന്നു കിട്ടേണ്ടത്. ആ വിശ്വാസമാണ് നമ്മളുടെ ഉള്ളിൽ ഇന്ന് തീയായി പടരേണ്ടത്. ജോസഫില് ഒരു ദൈവമുണ്ട് എന്ന് അന്ന് മിസ്രൈമനായ പൊത്തിഫേറിനിൽ തോന്നിപ്പിച്ച ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിൽ നിങ്ങളെ വാലുവേറ്റ് ചെയ്ത് നോക്കുന്ന അധ്യാപകരുടെ ഹൃദയത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആരെങ്കിലും ഇപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഈ ജോസഫിനെ നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. ഈ ജോസഫിനെ പൊത്തിഫേറിന്റെ ഭാര്യ ചില മോശം കാര്യങ്ങൾ ചെയ്യുവാൻ അനേകം നിർബന്ധങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ജോസഫിന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. എന്നെ വിളിച്ച ദൈവം, എന്നെ പൊട്ടക്കിണറ്റിൽ കാത്ത ദൈവം, ഈ ഇസ്മായിലിയ കച്ചവടക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ കാത്ത ദൈവം, ഈ പൊത്തിഫേറിന്റെ ഭവനത്തിൽ എന്നെ ആക്കിയ ദൈവം, ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് എന്നെ ദുർനടപ്പിന് വേണ്ടി പ്രലോഭിപ്പിക്കുന്നു. എന്നാൽ ജോസഫിനോട് ചോദിച്ചേ നിന്റെ നടപ്പെന്ത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചേ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളോട് ചോദിച്ചേ, നിങ്ങളുടെ വിശ്വാസം ഉണ്ട് എന്ന്, നിങ്ങളുടെ നടപ്പ് എങ്ങനെയാണെന്ന്, നിങ്ങളുടെ സ്നേഹം എങ്ങനെയാണെന്ന്. അല്ല, നിങ്ങളുടെ പ്യൂരിറ്റി അല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന്. ആ സ്ത്രീ അവനെ അന്ന് മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിച്ചപ്പോൾ ജോസഫ് ഒന്നുകൂടെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന്, ഞാൻ ഈ മഹാദോഷം ചെയ്ത്, ഞാൻ ഈ അശുദ്ധി ചെയ്ത്, ഞാൻ ഈ അശുദ്ധ സിനിമ
ചെയ്ത് ഞാൻ ഈ അഴുക്കല്ലാത്ത വഴിയിൽ ഈ അഴുക്കിലൂടെ നടന്ന് ഞാൻ ഈ ഹൃദയത്തിൽ അശുദ്ധി ചിന്തിച്ച് എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് എങ്ങനെയെന്ന്, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരുന്നുണ്ടോ? ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് അത് ജോസഫിന്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. വർഷം ഇപ്പോൾ 3, 4, 5 ഒക്കെ കഴിഞ്ഞു. എന്നാൽ ജോസഫിന് അവിടെയും തിക്താനുഭവങ്ങളാണ്. ജോസഫിന് അവിടെയും എന്താണ്? ദുരിതങ്ങളാണ്. അവിടുന്ന് അടിച്ചിറക്കി വിട്ടു. എന്താണ്? വ്യഭിചാരി എന്നുള്ള മുദ്ര ചാർത്തപ്പെട്ടവനായി ഈ യൗവനക്കാരൻ ജയിലിലേക്ക് പോവുകയാണ്. എവിടെയൊക്കെ ഇവൻ കിടന്നു? പൊത്തിഫേറിന്റെ ഭവനത്തിൽ അല്ല, ഇസ്മായില് കച്ചവടക്കാരുടെ ഇടയിൽ അല്ല, അവിടെയുമല്ല, പൊട്ടക്കിണറ്റിൽ വീണ്ടും അവൻ വരുന്നത് ജയിലിലേക്കാണ്. ഇവിടെയും അത്ഭുതം. 39 അതിന്റെ 21 വരുമ്പോൾ, എന്നാൽ യഹോവ ജോസഫിനോട് കൂടി ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക വിധം കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ കാരാഗ്രഹം ജോസഫിന്റെ കയ്യിൽ. അന്ന് പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ പൊട്ടക്കിണർ ജോസഫിന്റെ കയ്യിൽ. അന്ന് പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ പൊത്തിഫേറിന്റെ ഭവനം ജോസഫിന്റെ കയ്യിൽ. ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കാരാഗ്രഹം ജോസഫിന്റെ കയ്യിലാണ്. ഇവിടം കൊണ്ടൊന്നും അത് അവസാനിക്കുന്നില്ല. അതിനുശേഷം ഈ ജോസഫ് പിന്നീട് ആ രാജസന്നിധിയിലേക്ക് ചെന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 41-40 വരുമ്പോൾ ഇപ്പോൾ ജോസഫ് നിൽക്കുന്നത് രാജഗ്രഹത്തിലാണ്. അപ്പോൾ രാജാവ് പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകുമെന്ന്, നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിക്കുമെന്ന്, നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകുമെന്ന്, നിന്റെ വാക്ക് എൻ്റെ ജനം അനുസരിക്കുമെന്ന്. അന്ന് രാജാവിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ രാജ്യം ജോസഫിന്റെ കയ്യിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരേ ഒരു കാര്യം, ഞാൻ എൻ്റെ ഹൃദയത്തോടും ചോദിക്കുകയാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് ജോസഫിന്റെ ഹൃദയത്തിൽ തോന്നിയ അതേ ചിന്ത ഇപ്പോൾ ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന രംഗത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ നിങ്ങളെ നോക്കി യഹോവയ്ക്ക് ഒരേ ഒരു ചോദ്യം മാത്രം. ആ ഭവനത്തിൽ നിങ്ങളെ യഹോവ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്കൂളിലും കോളേജിലും നിങ്ങളെ മാനിക്കുവാൻ യഹോവ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജോലി സ്ഥാപനത്തിൽ, നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങളെ മാനിക്കുവാൻ യഹോവ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ച് നിങ്ങളെ മാനിക്കുവാൻ എൻ്റെ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കരുത് എന്ന്. നിങ്ങളുടെ വാക്കിലും നിങ്ങളുടെ നടപ്പിലും നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ സ്നേഹത്തിലും നിങ്ങളുടെ നിർമ്മലതയിലും നിങ്ങൾ ജോസഫിനെ മാതൃകയായിട്ട് എടുത്തോളാനെന്ന്. ഒരേ ഒരു കാര്യം, നമുക്ക് ആ ക്രൂശിൻ ചുവട്ടിലേക്ക് വരാം. അന്ന് ജോസഫ് പറഞ്ഞതുപോലെ നമുക്കും ഒരേ ഒരു കാര്യം മാത്രം, ജീവിതം എല്ലാം പാഴാക്കി കളഞ്ഞു, നമ്മുടെ ജീവിതം മുഴുവൻ നാം ദുഷിച്ചു കളഞ്ഞു. നമുക്കിന്ന് ഒരേ ഒരു പ്രാർത്ഥന, നമ്മുടെ ജീവിതം നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഒരേ ഒരു യാചന മാത്രം, ഒരേ ഒരു പ്രാർത്ഥന മാത്രം. എൻ്റെ യേശുവേ, ഞങ്ങളുടെ യൗവനം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഞങ്ങൾക്കൊന്നും അവകാശം പറയുവാനില്ല, ഞങ്ങൾക്ക് അവകാശവാദങ്ങൾ ഒന്നുമില്ല. ഞാനൊരു പാപിയാണ്, ഞങ്ങളൊരു പാപിയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ പാപമാണ്, ഹൃദയം മുഴുവൻ അശുദ്ധമാണ്. എന്നാൽ ജോസഫ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഞങ്ങളുടെ ജീവിതത്തിലെ പാപത്തോട് യാത്ര പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിലെ മഹാദോഷങ്ങളോട് യാത്ര പറയുകയാണ്. എൻ്റെ യേശുവേ, ഞങ്ങളോടൊന്നും മനസ്സലിയണമേ, ഞങ്ങളുടെ തീരുമാനമൊന്നും ഏറ്റെടുക്കണമേ. ഒരേ ഒരു പ്രാർത്ഥന, ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്തവർക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു ചിന്ത വരുന്നുണ്ടോ? ഒരേ ഒരു ചിന്ത, എന്നെ കൊണ്ടുവന്ന ദൈവം അന്ന് ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ട പോലെ നിങ്ങളൊന്ന് വിശ്വസിച്ചേ. എൻ്റെ യേശുവേ, ഞാൻ പാപത്തോട് യാത്ര പറയുന്നുവെന്ന് നിങ്ങൾക്ക്
നാവെടുത്ത് പറയാം, ഞാൻ പാപത്തോട് യാത്ര പറയുന്നുവെന്ന്, ഞാൻ പിശാചിനോട് യാത്ര പറയുന്നുവെന്ന്, ഞാൻ എൻ്റെ പാപ സ്വഭാവത്തോട് യാത്ര പറയുന്നുവെന്ന്, ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം കർത്താവിനും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന്. അങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞവരുടെ ഹൃദയത്തിലേക്ക് എൻ്റെ യേശു വരികയാണ്. അങ്ങനെ പറഞ്ഞ പലരുടെയും പേരുകൾ അന്ന് യേശു ഒപ്പിയെടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞ പലരെയും യേശു ക്രിസ്തു സ്വന്തം മാറോട് ചേർക്കുകയാണ്. എനിക്കും പറയുവാനുണ്ട്, എൻ്റെ യേശുവേ, ഞങ്ങൾ ജീവിതം സമർപ്പിക്കുകയാണ്. പിശാച് ഈമ്പിക്കുടിച്ച ജീവിതം, പിശാച് തിന്നു തീർത്ത ജീവിതം, പിശാച് നശിപ്പിച്ചു കളഞ്ഞ ജീവിതം ഞങ്ങൾ അവിടുത്തേക്ക് തരുന്നു, ഞങ്ങൾ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതം ഒന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആവശ്യ ഭാരങ്ങളുടെ മേലൊന്ന് കരം വെക്കണമേ. ഞങ്ങളുടെ എക്സാമുകളുടെ മേലൊരു കരം വെക്കണമേ. ഞങ്ങളുടെ ജോലികളുടെ മേലൊരു കരം വെക്കണമേ. എൻ്റെ യേശുവേ, ഞങ്ങളുടെ ഭാവിയുടെ മേലൊരു കരം വെക്കണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ മേലൊരു കരം വെക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ മേലൊരു കരം വെക്കണമേ. എൻ്റെ യേശുവേ, ഞങ്ങളുടെ മേലപ്പ അവിടുത്തെ കരമുള്ളതിനാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ചോദിക്കുന്നു. പ്രയോടി കേട്ട് ഉത്തരമാറാകണമേ.